താഴെയൊക്കെ പഴയ തുണിയാണ്, മുകളിൽ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം കാണിച്ചു തരാം. ഇതാണ്, ഇതൊരു സെക്കൻഡ് കമ്മലാണ്. ഇത് ടിഷ്യൂ പേപ്പറാണ്, പൊടി പിടിച്ച് പോയി, അതിന് വേണ്ട. ഇതൊരു കണ്ണൻ, ഇത് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഒരു രുദ്രാക്ഷവും ദേഹരക്ഷയുടെ ഒരു ഇതുമാണ്. ഇതൊരു കൃഷ്ണനും രാധയും, ഞാൻ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കി ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുബേർ കുഞ്ചിയുണ്ടോ, പൊടി പിടിച്ചു. പക്ഷേ ഇത് കുളിക്കാതെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്ന് തൊടാറില്ല. എനിക്കൊരു പൂജാമുറി പോലത്തെ അത്രയും ഇല്ലെങ്കിലും അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ കുളിക്കാതെ ഇതിലൊന്നും തൊടാറില്ല. ബുദ്ധ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് ഞാൻ കാണുന്നില്ല, എന്നാൽ പോലും എനിക്ക് അത്രയും ഒരു പോസിറ്റീവ് എനർജി കിട്ടണ ഒരിതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ കുബേർ കുഞ്ചിയുണ്ട്, ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിലും ഇതുണ്ട്. പിന്നെ പേഴ്സിൽ കുബേർ കുഞ്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു സ്പേസ്, പേഴ്സണൽ ഫേവറേറ്റ് സ്പേസാണിത്. പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ടാകും, നിങ്ങൾ നോക്കണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ അധികം അങ്ങനെ കുളിക്കാതെയൊന്നും വന്ന് ടച്ച് ചെയ്യണ ഒരു സ്ഥലമല്ല. പിന്നെ അകത്തോട്ട് കുറച്ച് ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. എന്നാലും മെയിനായിട്ട് ദൈവം എന്ന ഒരു രൂപമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണനെ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണനും രാധയുണ്ട്. ഇതെനിക്ക് പുറത്തുനിന്ന് കളഞ്ഞു കിട്ടിയ മഞ്ചാടിക്കുരുവാണ്. അമ്മ പറയും അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. മഞ്ചാടിക്കുരു കിട്ടണ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് അങ്ങനെ കിട്ടണേന്ന്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണനും രാധയ്ക്കുമായിട്ട്. അത്രയേ ഉള്ളൂ. ഇത് കുന്നിക്കുരുവാണെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ ഗുരുവായൂരിൽ കണ്ട വാങ്ങിച്ചതാണ്. ഗുരുവായൂരാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വളയുടെ ഒരു സ്റ്റാൻഡും കൂടെ കാണിച്ചു തരാം.